നമസ്കാരം. കേരള കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥ ഡി ശില്പയെ ഹോം കേഡറായ കർണാടകയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ കേരളത്തിന് നഷ്ടമാകുന്നത് മികച്ച അന്വേഷകയെ. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് കർണാടക സ്വദേശിയായ ഡി ശില്പ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് അമിത് റാവൽ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ AIGയാണ് ഹർജിക്കാരി. 2015 കേഡർ നിർണയിച്ചപ്പോഴുള്ള പിഴവ് മൂലമാണ് കർണാടക കേഡറിൽ ഉൾപ്പെടുത്താതെ പോയതെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഇത് അംഗീകരിച്ച ഡിവിഷൻ ബെഞ്ച് 2 മാസത്തിനുള്ളിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു. ബംഗളൂരു സ്വദേശിയായ ശില്പ ഇലക്ട്രോണിക്സിൽ BTech ബിരുദവും MBAയും നേടിയ ശേഷം ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ബിസിനസ് അനലിസ്റ്റ് ആയിരിക്കെയാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്. വിവാഹിതയും അമ്മയുമായ ശേഷമായിരുന്നു ഇത്. 2016 കേരള കേഡറിൽ നിയമനം ലഭിച്ചു. കാസർഗോഡ്, കണ്ണൂർ ASP, വനിതാ ബറ്റാലിയൻ കമാൻഡന്റ്, കോട്ടയം SP എന്നീ തസ്തികകൾ വഹിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ CBIയിലേക്ക് മാറുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ 5 വർഷത്തേക്കായിരുന്നു നിയമനം. ഇതോടെ താൽക്കാലിക ചുമതല കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പാലിവാളിന് നൽകി കാസർഗോഡ് വിട്ടു. കാസർഗോഡ് ജില്ലയുടെ പോലീസ് മേധാവിയായി 2ാം തവണയാണ് കർണാടക സ്വദേശിനിയായ ശില്പ 2024 ഓഗസ്റ്റിൽ ചുമതലയേറ്റത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രോക്യൂർമെന്റ് അഥവാ സംഭരണം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നാണ് കാസർകോട്ടേക്കുള്ള 2ാം വരവ്. ഇവിടെ നിന്ന് മാറിയ ശേഷം ശില്പ CBIയിൽ ചുമതലയേറ്റില്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല. തൊട്ടതെല്ലാം പൊന്നാക്കിയ കേരള പോലീസിലെ വനിതാ അന്വേഷണ മികവായിരുന്നു ശില്പ. 2016 IPS ബാച്ചുകാരിയായിരുന്ന ഇവർ പോലീസ് സേനയിൽ ആദ്യ നിയമനം കാസർകോട്ടായിരുന്നു. 2019 അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായിട്ടായിരുന്നു അന്ന് നിയമനം. 2020 ജില്ലാ പോലീസ് മേധാവിയായും പ്രവർത്തിച്ചു. കൂടത്തായി കൊലക്കേസ്, പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MZ ഗഫൂർ ഹാജിയുടെ മരണം, ഷാറൂൺ വധക്കേസ് തുടങ്ങി കേരളത്തിൽ ഏറെ ചർച്ചയായ കൊലപാതക കേസുകളിൽ അന്വേഷണം നടത്തി പ്രതികളെ അഴിക്കുള്ളിലാക്കിയ ഡി ശില്പ IPS അങ്ങനെ കേരളം വിടുകയാണ്. പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫാറൂഖിയ മസ്ജിദിന് സമീപത്തെ ബൈത്തുൽ റഹ്മയിലെ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് വ്യക്തമായതിന് പിന്നിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡി ശില്പയുടെ അന്വേഷണ മികവായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ മേൽനോട്ടത്തിൽ DCRB DYSP KJ ജോൺസണിന്റെയും ബേക്കൽ ഇൻസ്പെക്ടർ KP ഷൈന്റെ നേതൃത്വത്തിലുള്ള 11-അംഗ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഈ കേസിലേക്ക് DYSP KJ ജോൺസണിനെ കൊണ്ടുവന്നത് ശില്പയാണ്. ജോൺസന്റെ അന്വേഷണ മികവ് അടുത്തുനിന്നറിഞ്ഞ IPSകാരിയാണ് ശില്പ. പാറശാലയിലെ ഷാറൂൺ വധവും ഊരൂട്ടമ്പലത്തെ ഇരട്ടക്കൊലയും ജോൺസൺ തെളിയിച്ചപ്പോഴും അന്വേഷണ മേൽനോട്ടം ശില്പയ്ക്കായിരുന്നു. ഷാറൂൺ വധക്കേസിൽ കേസ് സമർത്ഥമായി അന്വേഷിച്ചതിന് കേരള പോലീസിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘത്തെ ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും പല ഘട്ടങ്ങളിലും വെല്ലുവിളി നിറഞ്ഞപ്പോഴും ശില്പയടങ്ങുന്ന സംഘത്തിന്റെ കൃത്യമായ അന്വേഷണമാണ് കൊലയാളിയിലേക്ക് എത്തിച്ചത്. 85 ദിവസത്തിനകമാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഒടുവിൽ പ്രതി ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വാങ്ങിക്കൊടുത്തു. മറ്റൊന്ന് കൂടത്തായി കൊലക്കേസായിരുന്നു. ബന്ധുക്കളായ 6 പേരെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായിരുന്നു ജോളി. ഭർത്താവ് റോയ് തോമസ് ഉൾപ്പെടെ കൂടത്തായി പൊന്നാമറ്റം തറവാട്ടിലെ 6 പേരെയാണ് 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. 2019 കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിഞ്ഞത്. 6 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ടാണ് കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മരണങ്ങളും കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അന്വേഷണ സംഘം വിപുലീകരിച്ചപ്പോഴാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി KG സൈമണിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിയത്. അന്ന് കണ്ണൂർ ASP ശില്പയും ഒപ്പം ചേർന്നു. അങ്ങനെ അന്വേഷണത്തിൽ പ്രതിയായി ജോളിയെ കണ്ടെത്താനും ശിക്ഷ വാങ്ങിച്ചു നൽകാനും ശില്പയടങ്ങുന്ന അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു. കൊലപാതക കേസുകൾ കൂടാതെ നിരവധി മയക്കുമരുന്ന് വേട്ടയും ഡി ശില്പയുടെ ലിസ്റ്റിലുണ്ട്. കോവിഡ് കാലത്ത് കാസർഗോഡ് മികച്ച പ്രവർത്തനം നടത്താനും അവർക്ക് സാധിച്ചിരുന്നു.